പൂർണ്ണമത പൂർണ്ണമിതം എന്ന വാക്ക് എടുത്തു നോക്കുമ്പോൾ ഇത് അധഹ എന്ന് പറയുന്നത് അത് എന്നുള്ള ദാറ്റ് എന്നൊരു അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് പൂർണ്ണമാകുന്നു, ഇത് പൂർണ്ണമാകുന്നു, രണ്ട് പദങ്ങളത്. അത് പൂർണ്ണമാകുന്നു, ഇത് പൂർണ്ണമാകുന്നു. അതും ഇതും ഒരേ സമയത്ത് പൂർണ്ണമാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം പരമമായിരിക്കുന്ന പൊരുൾ എന്നാണ്. പരമമായിരിക്കുന്ന പൊരുളിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ഈശ്വരനെന്നോ അല്ലാഹു എന്നോ സ്വർഗസ്ഥനായ പിതാവ് എന്നോ യഹോവ എന്നോ അഹുരമസ്ഥ എന്നോ താവോ എന്നോ നിർവാണമെന്നോ സറ്റോറി എന്നോ സമാധി എന്നോ ഏത് പേര് വേണമെങ്കിലും അതിന് കൊടുക്കാം. പക്ഷേ അത് പൂർണ്ണമാണ് എന്നുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. എന്തോ അത് പൂർണ്ണമാണ്, അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതില്ല. അന്വേഷിക്കുന്നതെല്ലാം പൂർണ്ണമാണ്. അതിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഏത് കാരണത്തിൽ നിന്നാണ് കാര്യമുണ്ടായിട്ടുള്ളത്. കാരണം പരമമായിരിക്കുന്നൊരു പൊരുൾ, ഈശ്വരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഈശ്വരനിൽ നിന്ന് ഈ പ്രപഞ്ചം ജാതമായിരിക്കുന്നു. പ്രപഞ്ചം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈശ്വരൻ ഇൻവിസിബിളായിരിക്കുന്നു, അദൃശ്യനായിട്ടിരിക്കുന്നു. പ്രപഞ്ചം ദൃശ്യമായിരിക്കുന്നു. അപ്പോൾ ഉപനിഷത്തിൻ്റെ ഒരു സങ്കീർണത എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഇനീഷ്യൽ ജർക്കിംഗ് നമുക്ക് മറികടക്കാൻ കഴിയണം. ഇവിടെ ഒരു ഇനീഷ്യൽ ജർക്കിംഗ് ഉണ്ട്. അത് ആദ്യം മറികടക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, പരമമായിരിക്കുന്ന പൊരുൾ പൂർണ്ണമാണ്. അതിൽ നിന്ന് പ്രകടമായി തീർന്നിരിക്കുന്ന ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്. അതിൻ്റെ അർത്ഥം രണ്ട് ഉണ്ട് എന്നല്ല. ഒരു ചെറിയ കണം പോലും ഇവിടെ അപൂർണമായിട്ടില്ല എന്നാണത് പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഒന്നിനെ പോലും അപൂർണമായി നീക്കിവെക്കാൻ പറ്റുകയില്ല. ചെറിയൊരു ആറ്റമിനെ എടുത്താലും പ്രോട്ടോസോവയെ എടുത്താലും അമീബയെ എടുത്താലും ഒരു ചെറിയ ചെടിയെ എടുത്താലും ഒരു കണ്ണീച്ചയെ എടുത്താലും ഈ പ്രപഞ്ചത്തിൽ അത് പൂർണ്ണമായ ഒരു രചനയാണത്. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് മനുഷ്യന് അപൂർണതാബോധം വരുന്നത്. മനുഷ്യൻ്റെ തലം വരെയുള്ള പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു ജീവിക്കും ബോറടിച്ചിട്ടില്ല. ജീവിതം ഇത്ര വിരസമായിട്ട് ഒരു ജീവിയും ഈ ലോകത്ത് മനുഷ്യനെ പോലെ അനുഭവിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മനുഷ്യൻ മാത്രമാണ് ജീവിതത്തെ വിരസതയോടെ നോക്കിക്കാണുന്നത്. മറ്റെല്ലാ ജീവികളും അവരുടെ ദിനരാത്രങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, പുല്ല് തിന്ന് ജീവിക്കുന്ന ഒരു ജീവിക്ക് ആ പ്രക്രിയയിൽ തന്നെ ആനന്ദമുണ്ട്. വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ അവർ കളിക്കുന്നു, ആനന്ദിക്കുന്നു, രസിക്കുന്നു. പക്ഷേ മനുഷ്യൻ വിശപ്പടങ്ങുമ്പോൾ അവന് ക്രൗര്യമുണ്ടാകുന്നു, വിഷാദമുണ്ടാകുന്നു, വിരോധമുണ്ടാകുന്നു, പകയുണ്ടാകുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനത് ഗുണം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സൃഷ്ടി വളരെ സങ്കീർണമാണ്. ബാക്കി എല്ലാ സൃഷ്ടികളിലും ഈ സങ്കീർണത പ്രകൃതിയുടെ താളലയങ്ങൾക്കനുസരിച്ച് ഉയർന്നും താന്നും ഇരിക്കുന്നു. പക്ഷെ മനുഷ്യനിലേക്ക് വരുമ്പോൾ സൃഷ്ടി വളരെ സങ്കീർണമാണ്. മനുഷ്യനറിയില്ല എന്ത് കഴിക്കണമെന്ന്. ഒരു മൃഗത്തിന് ഈ ബുദ്ധിമുട്ടില്ല. മനുഷ്യനറിയില്ല എന്ത് കാണണമെന്നറിയില്ല, എന്ത് കേൾക്കണമെന്നറിയില്ല, എന്ത് രുചിക്കണമെന്നറിയില്ല, എന്ത് ഘ്രാണിക്കണമെന്നറിയില്ല. മനുഷ്യൻ അതുകൊണ്ട് അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള വസ്തുക്കളെ അവൻ അന്വേഷിക്കുന്നു. താല്പര്യങ്ങളിൽ സുഖമിരിക്കുന്നത് കൊണ്ടാണ് ആ താല്പര്യങ്ങളിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ താല്പര്യം പോലെയല്ല വേറൊരാളുടെ താല്പര്യം. പലരുടെയും താല്പര്യങ്ങൾക്ക് വൈവിധ്യങ്ങളും വൈചിത്ര്യങ്ങളുമുണ്ട്. പക്ഷേ മൃഗങ്ങളിൽ ഈ വൈവിധ്യവും വൈചിത്ര്യവും വളരെ കുറവായിരിക്കും.
പുല്ല് തിന്നുന്ന മൃഗങ്ങൾ മാംസം കഴിക്കുന്നില്ല. മാംസം കഴിക്കുന്ന മൃഗങ്ങൾ പുല്ല് തിന്നുന്നില്ല. മനുഷ്യനാകട്ടെ ഏത് കഴിക്കണമെന്ന കാര്യത്തിൽ സസ്യഭുക്കാകണോ മാംസഭുക്കാകണോ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭുക്കായിത്തീരണോ എന്നൊക്കെ അവന് വളരെ സങ്കീർണമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സസ്യഭുക്കായിരിക്കുന്ന ഒരാൾ ഒരു ഇറച്ചിക്കഷ്ണം അറിയാതെ കടിച്ചു പോയാൽ കുറ്റബോധമാണ്, പാപബോധമാണ്, പശ്ചാത്താപമാണ്. അതുപോലെ മാംസഭുക്കായിരിക്കുന്ന ഒരാൾക്ക് സസ്യഭോജനശാലയിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. ഇത് മനുഷ്യൻ്റെ ഒരു സങ്കീർണതയാണ്. അതുകൊണ്ട് മനുഷ്യൻ വരെ എത്തി നിൽക്കുന്ന ജീവജാലങ്ങളിൽ ഒരു തരത്തിലുള്ള ദർശനത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും യോഗയുടെയും ജപത്തിൻ്റെയും ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ദൈവത്തിൻ്റെയും ആവശ്യമില്ല. മനുഷ്യൻ അതുകൊണ്ട് ഈ ലോകം നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി മനുഷ്യന് ഒരുപാട് മരുന്നുകൾ ആവശ്യമുണ്ട്, ഒരുപാട് ഔഷധങ്ങൾ ആവശ്യമുണ്ട്. അവൻ്റെ മനസ്സിനെ ഒന്ന് സംയമനം ചെയ്യണം. അവൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവനെ തുറന്നു വിട്ടാലോ, അവൻ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാനിബാൾ ആയിരുന്നത്, ഒരു നരഭോജി ആയിരുന്ന ഒരാളാണ് നമ്മൾ ഇവിടെ ഉപനിഷത്ത് ശ്രവിക്കുന്നത്. നമ്മളുടെ പൂർവികർ അടുത്തിരിക്കുന്ന ആളുടെ തുടയിൽ നിന്ന് മാംസം പറിച്ചെടുത്ത് തിന്നും. നമുക്കിന്ന് ഭയമില്ല. കാരണം എന്താ? പക്ഷേ ആ കാനിബാളിൻ്റെ കോശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ നരഭോജിയുടെ അതേ ക്രൗര്യം ചിലപ്പോഴൊക്കെ നമ്മളുടെ നഖങ്ങളിലേക്ക് ആഞ്ഞു വരാറുണ്ട്, നമ്മുടെ പല്ലുകളിൽ വരാറുണ്ട്. ആ ക്രോധം, ആക്രോശം, ശബ്ദം അതൊക്കെ മാറുന്നത്, രക്തത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നതും ശ്വാസത്തിൻ്റെ ഗതി മാറുന്നതും ഒക്കെ നമ്മളെ ശ്രദ്ധിച്ചാൽ കാണാം. പരിഷ്കൃതനായിരിക്കുന്ന എൻ്റെ പുറമോടിയിൽ ഇരുന്ന് വിമ്മിട്ടപ്പെടുന്ന ഒരു വന്യമൃഗം എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് നിഷേധിക്കാൻ കഴിയുകയില്ല. അപ്പം അതുകൊണ്ട് മനുഷ്യൻ മൃഗവും മനുഷ്യനും കൂടിയിട്ടുള്ള ഒരു സമ്മിശ്ര ജീവിയാണ്. മൃഗം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഉണ്ട് ഉറങ്ങി പ്രജകളെ ജനിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജന്തു. മൃഗമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഉണ്ട് ഉറങ്ങി പ്രജകളെ ജനിപ്പിച്ച് കുട്ടികളെ ജനിപ്പിച്ച് വേഴ്ചയിലേർപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് മൃഗം. അതുതന്നെയാണ് മനുഷ്യനും ചെയ്യുന്നത്. നാരായണ ഗുരുദേവൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു നല്ല ഒരു ശ്ലോകത്തിൽ പറയുന്നത്, ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപമെന്നാണ്. മനുഷ്യൻ്റെ പ്രാഥമികമായിരിക്കുന്ന അന്വേഷണങ്ങളുടെ മേഖലകൾ പോകുന്നത് ഉണ്ട് ഉറങ്ങി ഉണർന്ന് പുണർന്ന് കടന്നു പോകുന്ന 4 ഘട്ടങ്ങൾ. എന്നാൽ ആ വന്യമായിരിക്കുന്ന ജീവിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നൊരു മനുഷ്യൻ ചിലപ്പോഴൊക്കെ അവൻ്റെ അന്വേഷണത്തിൽ, അവൻ്റെ ചിന്തകളിൽ പുതിയ ഒരു ജീവിതത്തെ സങ്കല്പിക്കുന്നുണ്ടാകാം. സഹജീവിയെ സ്നേഹിക്കണമെന്നും ഈ കാണുന്ന ജീവജാലങ്ങളിലെല്ലാം തന്നെ തൻ്റെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൻ്റെ അംശമുണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ആദ്യമേ സംഭവിക്കുന്നത്? കശ്ചിത് ധീരഃ പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ. ഏതോ ഒരു ധീരനാണ് അത്. അങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവൻ്റെ ഉള്ളിൽ ഒരു ഖനി, അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രശാന്തിയുടെ ഒരു ഖനിയുണ്ടെന്ന് തിരിച്ചറിയുകയും അത് ഇച്ഛിച്ചുകൊണ്ട് അവൻ അന്വേഷിക്കുകയും അതിൽ സാക്ഷാത്കാരം കണ്ടെത്തുകയും ചെയ്തു.
അമൃതത്വമിച്ഛൻ, അമൃതനായി തീരുവാൻ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമികമായിരിക്കുന്ന അന്വേഷണങ്ങളിലൊക്കെ വന്യമായിരിക്കുന്ന ചില തൃഷ്ണകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നീട് അതിനുണ്ടാകുന്ന പരിണാമങ്ങൾ, ആ പരിണാമങ്ങളിലൂടെ അവൻ്റെ അന്വേഷണങ്ങൾക്ക് ഉദാത്തതയുണ്ടാകുന്നു. ഈ ഉദാത്തത ഉണ്ടാകുന്നത് ബാഹ്യമായിരിക്കുന്ന അന്വേഷണത്തിലല്ല, ആന്തരികമായിരിക്കുന്ന അന്വേഷണത്തിലാണ്.